ഒരു പ്രകാരത്തിൽ നന്ദനെ ഞാൻ കൂളാക്കിയിട്ടുണ്ട്. കുറച്ചു നേരം കിടക്കട്ടെ, ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ? ആരാരെയാ ഡിസ്റ്റർബ് ചെയ്യുന്നെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത്? നിനക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് തോന്നാവുന്നതിനപ്പുറം മറ്റൊന്നും ഞങ്ങൾ തമ്മിലില്ലല്ലോ. ആ, അച്ഛനും അമ്മയും എവിടെ? താഴെയുണ്ടോ? അച്ഛനും അമ്മയോ? ആരുടെ? നന്ദന്റെ അച്ഛനും അമ്മയും നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയല്ലേ? എന്തായാലും അവർക്ക് രണ്ടുപേർക്കും എന്നോട് നല്ല മതിപ്പാ. നന്നായിട്ട് അഭിനയിച്ച് എല്ലാവരെയും കയ്യിലെടുത്തു അല്ലേ? കാര്യങ്ങളൊക്കെ അധികം വൈകാതെ അവർക്ക് മനസ്സിലാവും. എല്ലാം സംശയത്തിന്റെ കണ്ണോടെ കാണാൻ തുടങ്ങിയ പിന്നെ രക്ഷയില്ല. എന്റെ ഇസബല്ല, നന്ദു നിന്നെ ഒരു സുഹൃത്തായിട്ട് കാണുമായിരിക്കും. അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. നന്ദുവായിട്ട് ഇടപഴകുന്നതിൽ ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കുന്നതേ നീ നന്ദുവിനെ തട്ടിയെടുക്കുമെന്നോ നന്ദു നിന്റെ വശത്താകുമെന്നോ പേടിച്ചിട്ടല്ല. നിന്റെ കോപ്രായങ്ങൾ കാണാൻ വയ്യാത്തതുകൊണ്ടാ. ഇപ്പോഴത്തെ നന്ദുവിന്റെ മാറ്റം എനിക്ക് പിടികിട്ടുന്നില്ല. വലിയ എന്തോ ഒന്ന് ഈ മാറ്റത്തിന്റെ പിന്നിലുണ്ട്. അത് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. നീ നിന്റെ കഴിവ് തെളിയിക്ക്. ഞാനും നന്ദനും തമ്മിലുള്ള സൗഹൃദം ഒരു MLA ക്കും ഈ ജന്മം തകർക്കാൻ പറ്റില്ല. കാണാം.